നർത്തന പ്രിയങ്കരി നൃത്തമതേതു മാടി നച്ചീലം പണിഞ്ഞമ്മ നൃത്താതെ നടനവും ആരിയിൽ ദേവി ഭാവം ശ്രീ മഹാഭദ്രകാളി ദേവി നീ വന്നണയു മാർഗങ്ങൾ തെളിയിക്ക. യാത്ര തുടരുകയാണ്. മൈസൂറിന്റെ ദേവനഗരിയായ ചാമുണ്ഡി ഹിൽസിലേക്കാണ് നമ്മുടെ യാത്ര. ഈ യാത്രയിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. മൈസൂരിൽ നിന്നും 13ഓളം കിലോമീറ്ററും അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3489ഓളം അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് മഹിഷാസുര മർദിനിയായ ചാമുണ്ഡി ദേവിയുടെ ദർശനം കിട്ടുന്നത്. പാർവതി ദേവിയുടെ അവതാരമാണ് ചാമുണ്ഡി. അതുപോലെ തന്നെ വോഡയാർ രാജവംശത്തിൻ്റെ ആരാധനാമൂർത്തി കൂടിയായിരുന്നു ചാമുണ്ഡി ദേവി. അതിലുപരി മൈസൂർ ദേശത്തിൻ്റെ കാവൽക്കാരി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരം ഈ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. യാത്രാവേള അതിസുന്ദരമാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ, നമ്മൾ ഈ പോകുന്ന പോക്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മൈസൂറിൻ്റെ ഒരു നല്ല ഭാഗം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പ്രകൃതി രമണീയം എന്നൊക്കെ വാക്കുകളിൽ പറഞ്ഞാൽ അത് ഒതുങ്ങില്ല. അത്രയ്ക്ക് മനോഹരമാണ് കാഴ്ചകൾ കേട്ടോ. എങ്ങനെ പറയണം, ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾക്ക് വർണ്ണനകളിലൊന്നും നിൽക്കില്ല കേട്ടോ. അതുപോലെ സുന്ദരം. ഇങ്ങനെ കാറൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ദാ പോവുകയാണ്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം. അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ പൂജാ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കും. ഇങ്ങനെയാണ് അവർ തരുന്നത്. ഇതിലൊരു ആമ്പൽപ്പൂ ഞാൻ കണ്ടു. നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ആമ്പൽപ്പൂവ് പൂജയ്ക്ക് ഉപയോഗിക്കില്ലല്ലോ, താമരയല്ലേ ഉപയോഗിക്കാറ് എന്നാണ് എൻ്റെ അറിവ്. അറിയാത്ത അല്ല എന്നുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് പറയണേ. നന്നായിട്ട് നമുക്ക് സ്റ്റെപ്സ് കയറാം കേട്ടോ. പടികൾ കയറി ഒരു നടപ്പന്തൽ പോലെ കിടക്കും കേട്ടോ. കൂടുതലും ഹാൻഡിക്രാഫ്റ്റ്സ് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കച്ചവടം ഇങ്ങനെ നടത്തുന്നുണ്ട്. നല്ല തിരക്കുമായിരുന്നു. കുറേ നമ്മൾ നടന്നങ്ങനെ എത്തുമ്പോഴാണ് നയന വിസ്മയ വിരുന്ന് നമ്മുടെ മുന്നിലിങ്ങനെ തെളിഞ്ഞു വരുന്നത്. അതിമനോഹരമായ കാഴ്ച കേട്ടോ. ഒരിക്കലും മോള് വളരെ കുഞ്ഞായിരുന്നപ്പം, കൈക്കുഞ്ഞായിരിക്കുന്ന ആ ഒരു ടൈമിൽ ഞാനും ചേച്ചിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. മോളെ ഇങ്ങനെ എടുത്തുകൊണ്ടായിരുന്നു പോയത്. അതിനുശേഷം ഇപ്പോഴാണ് ഓർമ്മ, പക്ഷേ ഓർമ്മയൊന്നും ശരിക്കില്ല കേട്ടോ. അപ്പം പ്രവേശന കവാടം കണ്ടപ്പോൾ ഞാൻ കരുതി ഈ വലിയ തിരക്കൊന്നുമില്ലല്ലോ, നമുക്ക് വേഗം അകത്ത് കയറാവല്ലോ എന്ന് കരുതി. അവിടെയാണ് നമുക്ക് പണി വാളിപ്പോയത്. ഇങ്ങനെ നമുക്കങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇതൊരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ 4 വശം ഇങ്ങനെ നെറ്റടിച്ച പോലെ നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ പ്രധാന കവാടം ഇങ്ങനെ രാജപ്രൗഢിയെ ഇങ്ങനെ വിളിച്ചു കാണിക്കുന്ന ഒരു വെള്ളിയിൽ തീർത്ത കവാടമാണ്. അയ്യോ, അവിടേക്ക് പോണേൽ ദാ ഇത് കണ്ടോ, ഈ നെറ്റ് പോലുള്ള ഇതിൽ കൂടെ കയറി പോയി അകത്ത് ചെന്നപ്പോൾ കണ്ണ് തള്ളിപ്പോവും എന്നൊക്കെ പറയത്തില്ലേ. 2 മണി വരെ ഉള്ളൂ ക്ഷേത്ര ദർശനം. എല്ലാ അമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഒരു ദർശന സമയം അവിടെ ഉള്ളത്. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ആ രാവിലത്തെ ആ ഒരു ഇത് വരുന്നത്. അപ്പോഴാണ് ഞാൻ വരുന്ന വഴി ഇങ്ങനെ കണ്ടിരുന്നു, 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്ക് സ്പെഷ്യൽ ഇതിലൂടെ എളുപ്പകത്ത് കയറാവുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നോക്കി വെക്കും. വായ്നോട്ടം എന്നാരും പറയണ്ട കേട്ടോ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ പെട്ടെന്നകത്ത് കയറി നമ്മൾ ആ കിട്ടിയ തേങ്ങയൊക്കെ ഇല്ല, അതൊരു കവറിലാണ് അവർ അവിടെ നിന്ന് ഇട്ട് തന്നത് കേട്ടോ. അതെല്ലാം പൊട്ടിച്ച് തന്നു. ഇതാണ് പ്രധാന പ്രവേശന കവാടം. അവിടെ ഒന്നും പിന്നെ ക്യാമറ അലവും അല്ലല്ലോ. അത് കാരണം ദർശനമൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ അതിനകത്തൊരു വൃക്ഷം കണ്ടതാണ്, എന്താണെന്ന് അറിയില്ല. നമ്മൾ ഇത്തിരി വിശ്രമിക്കാൻ, ദർശനം കഴിഞ്ഞ് നമ്മളൊന്ന് ഇരിക്കണം എവിടെയെങ്കിലും എന്നാണല്ലോ പറയുന്നത്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് കണ്ടോ, 7 സ്വർണത്തിലുള്ള ഒരു കലശങ്ങളാണ് അവിടെ. അതാ നമ്മളെ ആ ഗോപുരത്തിന് മുകളിലായിട്ടാണ്. പുറത്തുള്ള ദർശനത്തിലൊന്നും നമുക്കത് കാണാൻ കഴിയില്ല. അത് കാരണം ഞാൻ ഇപ്പോൾ അത് കണ്ടപ്പോൾ, എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ അത് ഞാനൊന്ന് സൂമാക്കി കാണിച്ചത് കേട്ടോ. അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ മൈസൂർ എന്നുള്ള പേരിനും പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ, മഹിഷാസുരൻ താമസിച്ചിരുന്നതുകൊണ്ട് ഈ പ്രദേശത്തെ മഹിഷൂരു എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ മൈസൂർ എന്നാക്കി. അത് പിന്നീട് ഇപ്പോൾ മൈസൂരു എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടോ, പുറത്ത് കെട്ട് കണക്കിന്, ഈ ചാക്ക് കണക്കിനാണ് തേങ്ങ കൊണ്ട് ആൾക്കാർ അടിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഈ ക്ഷേത്രത്തിന് ഉള്ള ഇത് ഒരു വ്യാളിയുടെ ഒരു ലോഹത്തിൽ തീർത്ത ഒരു ഇത് നമുക്കിവിടെ കാണാൻ കിട്ടുന്നു. ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യ കാണാൻ കഴിയുന്നത്. അതുപോലെ 12ാം നൂറ്റാണ്ടിലെ ഹൊയ്സാല വാസ്തുവിദ്യയും നമുക്ക് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്.
പിന്നീട് ഇത് ഈ ഗോപുരം പണി കഴിപ്പിച്ചിരിക്കുന്നത് 17-ാം നൂറ്റാണ്ടിലെ വിജയനഗര ഭരണാധികാരികളെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഗോപുരത്തിൻ്റെ മുകളിലെ 7 കലശങ്ങൾ നമ്മൾ കണ്ടില്ല, അതുപോലെ 7 കവാടങ്ങളുണ്ട്. ഈ ഇതിൽ കണ്ടോ, അറകൾ പോലെ കാണാം. അതിൻ്റെ സൈഡിലെല്ലാം 2 സൈഡിലും മൂർത്തികളെ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ഇതിലൊക്കെ പ്രധാനം ഇവിടെ 18 ശക്തിപീഠങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ ഒരു ശക്തിപീഠം, അതായത് സതീദേവിയുടെ മുടി വീണ ഒരു സ്ഥലമാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ടൊരു ശക്തിപീഠമായിട്ടും ഇത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ തിരിച്ചു വരുന്ന വഴി ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി കാറൊക്കെ എടുത്ത് അപ്പം നമുക്ക് ഇപ്പം തന്നെ 5 മണിക്കകം മൈസൂർ കൊട്ടാരത്തിൽ കയറണം. അപ്പോൾ അതിന് മുമ്പ് ഇതാണ് ശരിക്കും നമ്മൾ ക്ഷേത്രത്തിനകത്ത് കാണുന്ന ആ ഒരു വിഗ്രഹം. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കണ്ട ഈ പടം ഒന്ന് എടുത്തതാണ് കേട്ടോ, നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ. ഇതാണ് നമുക്ക് അവിടെ കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഇനി ക്ഷേത്രത്തിൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, പലർക്കും അറിയാൻ കഴിയാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഇത്രയും കാണിച്ചപ്പോൾ അതുകൂടെ പറയണ്ടേ. 3 ലോകവും അടക്കി ഭരിച്ചിരുന്ന ഒരു അസുര ചക്രവർത്തി ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, അതാണ് മഹിഷാസുരൻ. അങ്ങനെ മഹിഷാസുരന് ബ്രഹ്മാവിനെ തപസ് ചെയ്യുവാണ്. തന്നെ ഭൂമിയിൽ ആരും വധിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ദേവന്മാരാലും താൻ വധിക്കപ്പെടരുത്. അഥവാ മരണം അനിവാര്യമായ ഒരു ഘട്ടം ഉണ്ടായാൽ സ്ത്രീ ആയിരിക്കണം, സ്ത്രീയുടെ കൈകളാൽ ഞാൻ കൊല്ലപ്പെടണം. അതായത് അതിലൊരു ദുരുദ്ദേശമുണ്ട്. കാര്യം സ്ത്രീകൾ അബലകളാണെന്നാണ് അസുരൻ്റെ വിചാരം. അതുകൊണ്ട് ഒരിക്കലും തനിക്ക് മരണം സംഭവിക്കില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ദേവന്മാരുടെ ജീവിതം തന്നെ പൊറുതി മുട്ടിക്കുകയാണ് പിന്നീട് ഈ അസുരൻ ചെയ്യുന്നത്. അങ്ങനെ ദേവന്മാർ ത്രിമൂർത്തികളുടെ സഹായം തേടുകയാണ്. അങ്ങനെ ആ ഒരു ത്രിമൂർത്തികളുടെ ഒരു ശക്തി സമന്വയത്തിലാണ് ഈ ചാമുണ്ഡി എന്ന ആ പാർവതി ദേവിയുടെ അവതാരമായ സാക്ഷാൽ ഭദ്രകാളി ദേവി പിറവിയെടുക്കുന്നത്. അങ്ങനെ ഈ കുന്നിൻ്റെ മുകളിൽ വെച്ചാണ് മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധം തുടങ്ങുകയും 10-ാം നാള് ഈ കുന്നിന് മുകളിൽ വെച്ച് മഹിഷാസുരനെ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ 10-ാം നാളാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത്. ദസറ മൈസൂരിലെ പ്രധാന ഒരു വിശേഷം കൂടെ അല്ലേ. അതുപോലെ തന്നെ ഇതിന് ഈ ക്ഷേത്ര സമയം ഞാൻ പറഞ്ഞിരുന്നല്ലോ, 7:30 മുതൽ 2 മണി വരെ, പിന്നീട് 3:30 മുതൽ 6 മണി വരെയും, പിന്നീട് രാത്രിയിൽ 7:30 മുതൽ 9 മണി വരെ. നമുക്ക് ഈ കുന്ന് കയറാൻ അനുവാദമില്ല. 9 മണി, അതായത് രാവിലെ 6 മണിക്കൊക്കെ 7:30 തൊട്ടേ പാടുള്ളൂ. രാത്രിയിൽ 9 മണി തൊട്ട് രാവിലെ 6:30 വരെ കയറാൻ പാടില്ല. അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ ഒരുപാട് ടയർഡായി നമ്മൾ മുറിയിലൊക്കെ ചെക്കിങ് ചെയ്തു. അപ്പോൾ ഒരു കോഫി മെഷീൻ ഉണ്ടായിരുന്നു. എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ ഒരു കോഫിക്കുള്ളതാണ്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് 5 മണിക്ക് മുമ്പ് മൈസൂർ കൊട്ടാരത്തിൽ കയറണം. അപ്പം ഇനി മൈസൂർ കൊട്ടാരത്തിലെ വിശേഷങ്ങൾക്കായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കാത്തിരിക്കണേ. അതുവരേക്കും നന്ദി.